പുൽക്കൂട് ഒരുക്കി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ശ്രദ്ധ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കണം. വലിയ ജാതിയൊക്കെ വെട്ടിക്കൊണ്ടുവരും പള്ളിയിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാനും ഒപ്പം തന്നെ അതിൽ സമ്മാനങ്ങൾ കെട്ടിയിടാനും. ആൾത്താര സംഘമോ KCYMോ അങ്ങനെയൊക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന കാര്യമാണ്. ക്രിസ്മസിനോട് ചേർന്ന് പുൽക്കൂടിനോട് ചേർന്ന് വീടുകളിലൊരു ക്രിസ്മസ് ട്രീയും പള്ളിയിലും വലിയൊരു ക്രിസ്മസ് ട്രീയും കാണാം. ആ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് 10 രൂപയുടെ 20 രൂപയുടെ കൂപ്പണൊക്കെ എടുത്ത് ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടാൻ നമ്മളിങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കും എന്തൊക്കെ സമ്മാനങ്ങൾ കിട്ടണേന്നല്ലേ. തണുപ്പുള്ള രാജ്യങ്ങളിൽ മഞ്ഞ് പെയ്യുന്ന സമയത്ത് മരങ്ങളിൽ ഇല കൊഴിഞ്ഞിങ്ങനെ നിൽക്കും. മഞ്ഞിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും മരത്തുമ്പോൾ. വസന്തകാലമാകുമ്പോൾ ഇതിൽ ഇലകളൊക്കെ വന്ന് പച്ചപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരും. ഈ ക്രിസ്മസ് ട്രീ നമ്മളോട് പറയുന്ന കാര്യമുണ്ട്. പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി എന്ന് കരുതിയ സ്ഥലത്ത് പോലും പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഓരോ ക്രിസ്മസ് ട്രീയും പറയാണ്, പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് കരുതുന്ന സ്ഥലത്ത് പോലും പ്രതീക്ഷയുടെ ഒരു പുതുനാമം നൽകുന്നതാണ് ഓരോ ക്രിസ്മസ് ട്രീയും. നമുക്കുമാകാം നമ്മുടെ വീടുകളിൽ മറ്റുള്ളവർക്ക്, കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ക്രിസ്മസ് ട്രീയുടെ പ്രതീക്ഷകൾ നൽകാൻ ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.